ഹലോ ഫ്രണ്ട്സ്, എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആമസോണിലെ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ആമസോണിൽ ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് പ്രൊഡക്ട്സ് ഞാൻ സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഓർഡർ വരുമ്പോൾ ഞാൻ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓർഡർ പാക്ക് ചെയ്ത് അയക്കുന്നത്, ആരാണ് ഇതൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോകുന്നത്, ഈ പാർസൽ ആമസോൺ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ എപ്പോഴാണ് നമുക്കിതിൻ്റെ പേയ്മെൻറ്റ്സ് വരിക, എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യുന്നത്, അതും ഓൺലൈനായിട്ട് തന്നെ ഹോൾസെയിലേഴ്സിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ത്യ മാർട്ട് വഴിയാണ് പ്രൊഡക്ട്സൊക്കെ സോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്ത്യ മാർട്ട് എന്ന് പല ഹോൾസെയിലേഴ്സും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇമിറ്റേഷൻ ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ കുറേ ഹോൾസെയിലേഴ്സും സപ്ലയേഴ്സും ഉണ്ടായിരുന്നു ഇന്ത്യ മാർട്ടിൽ. അതിൽ നിന്നും ഞാൻ ട്രസ്റ്റിൽ വെരിഫൈഡ് ആയിട്ടുള്ള ഹോൾസെയിലേഴ്സിനെ കണ്ടുപിടിച്ചു. അതിൽ അവരുടെ GST എല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം അതിലൊരാളിനെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു 2-3 ഹോൾസെയിലേഴ്സിനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് ഒരാളെയാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന പോലെ ഉണ്ടായിരുന്നത്. കാരണം കുറേ റേറ്റിംഗും റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ സെലക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് റേറ്റിൻ്റെ കാര്യങ്ങളും അവർ നമ്മൾക്ക് പ്രൊഡക്ട്സൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരും. അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്കതിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി സെല്ലിംഗ് ആയിരിക്കും, മൂവിങ് ആയിരിക്കും ഈ പ്രൊഡക്റ്റ് എന്ന് തോന്നിയതിനെ സെലക്ട് ചെയ്തിട്ട് അത് അവർക്ക് അയച്ചു കൊടുത്തു. ഒരു 2000 റുപ്പീസിൻ്റെ ഉള്ളിൽ ബൾക്കായിട്ട് കുറച്ച് പ്രൊഡക്ട്സ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2000 റുപ്പീസൊക്കെ വളരെ ചെറിയ എമൗണ്ടാണ്. പല ഹോൾസെയിലേഴ്സിനും 5000 റുപ്പീസ് ആയിരിക്കും മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടാവുക. അപ്പോൾ ഞാൻ 2000 റുപ്പീസ് ആയതുകൊണ്ട് തന്നെ 228 റുപ്പീസ് അവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡയറക്റ്റ് പേയ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം ഒരു 5 to 10 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അറ്റ് ഹോം ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ നമുക്ക് ആ പാർസൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ മാർട്ടിൽ പ്രൊഡക്ട്സ് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ട്രസ്റ്റിൽ വെരിഫൈഡ് ആണോ എന്ന് നോക്കണം. GST പോർട്ടലിൽ പോയി അവർ കറക്റ്റ് GST പേ ചെയ്യുന്ന ആളാണോ എന്നൊക്കെ നമ്മൾ നോക്കി ഇൻവോയ്സ് ബില്ലൊക്കെ നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കേണ്ടതാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആമസോണിൽ പ്രൊഡക്ട്സൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓർഡർ വരാൻ? ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലവർക്ക് ഓർഡർ വരുന്നുണ്ടാവും, ചിലവർക്ക് മാസങ്ങളെടുക്കും ഓർഡർ വരാൻ. നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ഓർഡർ വരുന്നത്. പ്രൊഡക്റ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ ലിസ്റ്റ് ചെയ്താൽ നമുക്ക് ഓർഡർ വരില്ല. ഇമിറ്റേഷൻ ജ്വല്ലറിയാണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത്. അത് തന്നെ എനിക്ക് ഓർഡർ വരാൻ വേണ്ടിയിട്ട് ഒരു 10 to 15 ഡേയ്സ് ആയിട്ടുണ്ടായിരുന്നു. ആമസോണിൽ ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആമസോണിൽ ആഡ്സ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ വളരെ യൂസ്ഫുള്ളാണ്. അത് ഡെയിലി ബഡ്ജറ്റ് ബേസിൽ നമുക്ക് റൺ ചെയ്യാം. ഒരു 50 റുപ്പീസ് തൊട്ടിട്ട് 100 റുപ്പീസ്. ചില ബ്രാൻഡ്സൊക്കെ വലിയ ബ്രാൻഡ്സൊക്കെ പല പ്രൊഡക്ട്സിനും 10,000 റുപ്പീസ് വരെ ഡെയിലി ബഡ്ജറ്റായിട്ടൊക്കെ റൺ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു ക്ലിക്കിന് 2.5 to 10 റുപ്പീസ് വരെ നമുക്ക് ബിഡ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ആഡ്സ് റൺ ചെയ്യാൻ പറ്റുക. ആഡ്സ് റൺ ചെയ്താൽ വിസിബിലിറ്റി കൂട്ടാൻ പറ്റും നമ്മളുടെ പ്രൊഡക്ട്സിൽ. അങ്ങനെ വിസിബിലിറ്റി കൂടി ആൾക്കാർ നമ്മളുടെ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്യും തോറും നമുക്ക് ആമസോണിൻ്റെ എൻജിൻസ് നമ്മളുടെ പ്രൊഡക്റ്റ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യും. ആമസോണിൽ ആഡ് റൺ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ കോമ്പറ്റീഷൻ കൂടിയ പ്രൊഡക്ട്സിന് നമ്മൾ ആഡ്സ് റൺ ചെയ്യുക തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് ഓർഡേഴ്സ് വരാൻ തുടങ്ങുള്ളൂ വേഗത്തിൽ തന്നെ. ഓക്കെ, അതിനെല്ലാം ശേഷം നമുക്ക് ഓർഡർ വരും. അങ്ങനെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യണം. ആമസോണിൽ പിക്കപ്പ് പേഴ്സൺ എപ്പോൾ വരും എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ആമസോണിൽ ഓരോ ടൈം സ്ലോട്ട് ഉണ്ടാവും. ഒരു 2 days വൺസിലൊക്കെ ചിലപ്പോൾ ടൈം സ്ലോട്ട് ഉണ്ടാവും, ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ ടൈം സ്ലോട്ട് ഉണ്ടാവും. നമ്മൾ ഹാൻഡ്ലിങ് ടൈം 2 days എന്നാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഓർഡർ പാക്ക് ചെയ്ത്
പിക്കപ്പിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ എപ്പോഴും സേഫ് സൈഡായിട്ട് 2 ഡേയ്സാണ് ഹാൻഡ്ലിങ് ടൈം കൊടുത്തിട്ടുള്ളത്. പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഷിപ്പിംഗ് ലേബലും ഇൻവോയ്സും നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ആ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് അടുത്തുള്ള ഫോട്ടോസ്റ്റാറ്റ് കടയിൽ കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പ്രിൻ്റർ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ അത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ പാക്ക് ചെയ്യുന്നത് പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും. ആമസോണിൽ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഈ പാക്കിംഗ് മെറ്റീരിയൽസ് ബോക്സസും പിന്നെ ഒരു പോളിത്തീൻ കവറും ഒക്കെ വാങ്ങിയതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് ബോക്സിൻ്റെ ഉള്ളിലാക്കി പാക്ക് ചെയ്ത് പിന്നെ ഇൻവോയ്സ് ബില്ല് അതിൻ്റെ ഉള്ളിലിട്ട് കവറ് ഔട്ടർ കവറിൻ്റെ ഉള്ളിൽ ഷിപ്പിംഗ് ലേബൽ ഒട്ടിച്ചിട്ടാണ് ഞാൻ പാർസൽ കൊടുക്കാറുള്ളത്. പിന്നെ അതിനുശേഷം നമ്മളുടെ പിക്കപ്പ് പേഴ്സൺ വന്നിട്ട് നമ്മുടെ പാക്ക് സ്കാൻ ചെയ്യും, എന്നിട്ട് ആ പാർസൽ കൊണ്ടുപോകും. പിക്കപ്പ് പേഴ്സൺ നമ്മളുടെ പാക്ക് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞതും നമ്മളുടെ ആമസോൺ പേയ്മെൻറ്റ് ഡാഷ്ബോർഡിൽ നമ്മുടെ പേയ്മെൻറ്റ് വന്ന് കിടക്കും. ആമസോൺ ഷെഡ്യൂൾ ചെയ്യുന്ന ഡേറ്റിൽ നമുക്കത് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അല്ലെങ്കിൽ പേ മീ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് ഡയറക്റ്റ് ക്യാഷ് കിട്ടും. ആമസോണിൽ ബിസിനസ് തുടങ്ങുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു അവസരമാണ്. അത് നമ്മളെ ഓൺലൈൻ ബിസിനസ് പ്രോപ്പറായി മാനേജ് ചെയ്യാനും സഹായിക്കും. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആമസോണിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞത് എനിക്ക് ആ ഇൻകം കിട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഓൺലൈനായിട്ട് പലരും ബിസിനസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ നമുക്കും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ കൊറിയർ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക, എങ്ങനെ നമ്മൾ പാർസൽ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു വലിയൊരു സംശയമായിരുന്നു. അത് നമുക്ക് ഒറ്റയ്ക്ക് എത്രത്തോളം നമുക്ക് ഓർഡേഴ്സ് വരുമ്പോൾ പോയി അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ അതൊക്കെ ഒരു ടഫായിട്ടുള്ള ടാസ്ക് ആയിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആമസോണിൽ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കതൊക്കെ വളരെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ പോലെ തോന്നി. ആ ഇനീഷ്യൽ സെറ്റിംഗ് പ്രോസസ്സ് ആമസോണിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും GST എടുക്കാനും ലിസ്റ്റിംഗ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് പഠിച്ചു വന്നപ്പോൾ എനിക്ക് വളരെയധികം എളുപ്പമായിരുന്നു. ഇപ്പോഴൊക്കെ ഒരു ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ ഒരു ലിസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ പല വീഡിയോസും നമ്മൾ സ്ക്രോൾ ചെയ്ത് കാണുന്നതും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓരോ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷേ നമുക്കൊരു നമ്മളുടെ ഈ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ 26ാമത്തെ വയസ്സിൽ എനിക്കിത് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും ഇത് സാധിക്കും. ഓക്കെ, ഇതുമായി റിലേറ്റഡ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.